UK ഗവൺമെൻറ് പുതിയ പ്രപ്പോസൽ നിങ്ങളെല്ലാവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കാനോ പാനിക് ആക്കാനോ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കേൾക്കാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. UKയുടെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മഹമ്മൂദ് പുതുതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 2022 മുതൽ 2024 വരെ ഇവിടെ UKയിൽ വന്നിട്ട് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അല്ലെങ്കിൽ ലോ പെയ്ഡ് ആയിട്ട് വർക്ക് വിസ അടിച്ച എല്ലാവർക്കും തന്നെ 15 ഇയേഴ്സ് ബേസ് ലൈൻ ആയിട്ട്, അതായത് അവർക്ക് PR കിട്ടാൻ ഏകദേശം 15 ഇയേഴ്സോളം വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. 15 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് PR കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. UKനെ സംബന്ധിച്ചുള്ള ഏതൊരു നിയമവും പെട്ടെന്ന് നിയമമായിട്ട് മാറില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റെഫ്യൂജി സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അഭയാർത്ഥികൾക്ക് ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ട് PR കൊടുത്തിരുന്ന ഈ കൺട്രി 20 വർഷത്തിലോട് മാറ്റുകയും അതുപോലെ തന്നെ ഡെൻമാർക്ക് മോഡലായിട്ട് ടെമ്പററി സ്റ്റാറ്റസ് ഇവർ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഓരോ 2.5 ഇയേഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഹോം കൺട്രിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഹാഷായിട്ടുള്ള ടഫായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകളിലും ടഫായിട്ടുള്ള ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയുന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ബോറിസ് ബേബിൾ UKയിലോട്ട് വന്നിട്ടുള്ള 1.6 മില്യൺ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്ന വിസ എന്നുള്ള ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസ തന്നെയാണ്. അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വളരെയധികം കുറവാണ്, അവർ കൊടുക്കുന്ന ടാക്സ് വളരെയധികം കുറവാണ്, അതുപോലെ തന്നെ അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി വളരെയധികം കുറവാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. സോ ഇവർക്ക് വേണ്ടത് ഹൈ സ്റ്റാൻഡേർഡുള്ള പീപ്പിളിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രൊഫഷൻസ് യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് 5 വർഷം കൊണ്ട് തന്നെ PR കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ലോ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ പെയ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും ഇത് ബാധിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏകദേശം 15 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇതുവരെ ഇതൊരു റൂളായിട്ട് മാറിയിട്ടില്ല, ഇതൊരു പ്രപ്പോസൽ മാത്രമാണ്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രപ്പോസലിന് പേടിച്ചാൽ മതിയോ, കാരണം ഒരു വശത്ത് നിന്ന് റീഫോം പാർട്ടി വളരെ ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ ലേബർ ഗവൺമെന്റിന് ഒരു ഡിസിഷനും എടുക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഓൾറെഡി PR കിട്ടിയ റെഫ്യൂജിൻ്റെ പോലും വീണ്ടും റിവ്യൂ ചെയ്തിട്ട് അവർക്ക് വീണ്ടും ടെമ്പററി സ്റ്റാറ്റസിലായിട്ട് അവരുടെ വിസ മാറ്റണം എന്നുള്ള രീതിയിൽ വരെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് ബാധിക്കുകയില്ല എന്നുള്ളത് ഇതുവരെ പറയാനായിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക, വലിയ വലിയ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റൂളോ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരത്തിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും ഈ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ന്യൂസ് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഫോളോ ചെയ്ത് വെക്കാം. ഓക്കെ.